ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വചനം ശ്രവിക്കുവാനായി കാതുകൾ തുറക്കുന്ന ദൈവജനമേ, മുറിക്കപ്പെടുവാനും വിളമ്പപ്പെടുവാനും ജീവിതത്തെ നവീകരിക്കുവാനുമായി ഇന്ന് നമ്മുടെ മുൻപിലേക്ക് വയ്ക്കപ്പെടുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. ജനക്കൂട്ടം കടന്നുപോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ അന്വേഷിച്ചു. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്നവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുൻപേ പൊയ്ക്കൊണ്ടിരുന്നവർ നിശബ്ദരായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചു കൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു. അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്കു കാഴ്ച വീണ്ടു കിട്ടണം. ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ ദൈവജനമേ, ലൂക്കാസ് സുവിശേഷകനിൽ 18-ാം അധ്യായത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരന്ധൻ്റെ കാഴ്ച ലഭിക്കുന്ന അത്ഭുതരംഗം 4 സുവിശേഷങ്ങളിലായി നാം ഒന്നു ചേർന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, ക്രിസ്തു ചെയ്ത അനേകം അത്ഭുതങ്ങളെ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ് സുവിശേഷകർ ഓരോരുത്തരും. എണ്ണമറ്റ അത്ഭുതങ്ങൾ അവതരിപ്പിക്കപ്പെട്ട് വിശ്വാസത്തെ നമ്മുടെ ജീവിതത്തിൽ ഏകോപിപ്പിക്കാൻ കഴിയുന്നവണ്ണം സുവിശേഷകർ എത്ര സുന്ദരമായാണ് അത്ഭുതങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളിൽ പല അത്ഭുതങ്ങളും ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന സാരം നിൽക്കുമ്പോൾ പോലും, പ്രിയമുള്ളവരെ, ഒരു കൊച്ചു ചോദ്യം: എത്ര അത്ഭുതങ്ങൾ സത്യത്തിൽ ഈ 4 സുവിശേഷകന്മാർ അവതരിപ്പിച്ചിട്ടുണ്ട്? ഒന്നെണ്ണി നോക്കിയാൽ ഏകദേശം 37ഓളം അത്ഭുതങ്ങളാണ് 4 സുവിശേഷകന്മാർ കൂടി ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിന്നും അവതരിപ്പിച്ചു തീർക്കുന്നത്. സുവിശേഷകന്മാർ തങ്ങളുടെ സംസാരം അവസാനിപ്പിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം നാം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. എന്താണ് യോഹന്നാൻ പറഞ്ഞു വയ്ക്കുന്നത്? അതിങ്ങനെയാ: അവൻ ചെയ്ത എല്ലാറ്റിനെയൊന്നും നമുക്കിവിടെ എഴുതി തീർക്കാനാകില്ല എന്നതാണ് യോഹന്നാൻ ശ്ലീഹായുടെ വാക്കുകൾ. അങ്ങനെ എഴുതിയാൽ അത് താങ്ങുവാനും ഉൾക്കൊള്ളുവാനും ഈ ലോകത്തിന് ഈ ഗ്രന്ഥങ്ങൾ കൊണ്ടാകില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, തീർച്ചയായും ക്രിസ്തുവെന്നു പറയുന്ന ചരിത്ര പുരുഷൻ, പിന്നീട് വെളിപാടുകളിൽ നമ്മുടെ ദൈവമായി നാം പേരു ചേർത്തവൻ, ഈ ഭൂമിയിൽ ചെയ്തു തീർത്ത അത്ഭുതങ്ങളുടെ എണ്ണം 37 ഒതുങ്ങില്ല. എങ്കിലും 37 എണ്ണം മാത്രം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇടപിടിക്കുമ്പോൾ അതൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഇനിയും ഇതിനും അപ്പുറം നിൽക്കുന്ന പല അത്ഭുതങ്ങളും അവതരിപ്പിക്കാൻ വേണ്ടി സാധ്യതയുള്ളപ്പോഴും ദൈവം തിരഞ്ഞെടുത്ത 37 അത്ഭുതങ്ങൾ. ഈ 37 അത്ഭുതങ്ങളിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. 3ഓളം അത്ഭുതങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് അന്ധന്മാരെ പറ്റിയാണ്. ആവർത്തനമെന്നൊരു പക്ഷെ കരുതാം. 37-ൽ 3ഓളം സാധ്യതകൾ നിലനിൽക്കുന്നത് അന്ധതയെപ്പറ്റി പറയാൻ. ഇവിടെ ലൂക്കാസ് സുവിശേഷകൻ്റെ അന്ധന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ആ അന്ധൻ നമ്മുടെ ചിന്തയ്ക്ക് കാരണമാകുന്നത്. എന്താണ് ലൂക്കാസ് സുവിശേഷകൻ്റെ അന്ധൻ്റെ പ്രത്യേകത? പ്രിയമുള്ളവരെ, അവൻ്റെ പ്രത്യേകത നാം ഒക്കെ അവൻ്റെ നിലവിളിയിൽ നിന്നും ഇതിനു മുൻപേ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ലൂക്കാസ് സുവിശേഷകൻ്റെ അന്ധൻ്റെ പ്രത്യേകത? അവൻ്റെ നിലവിളി ഇങ്ങനെയാണ്: കർത്താവേ, എനിക്കു കാഴ്ച വീണ്ടു കിട്ടണം. എന്നുവെച്ചാൽ അവൻ ജന്മന
അന്ധനായിരുന്നില്ല. ജീവിതത്തിൻ്റെ എവിടെയോ വെച്ച് തൻ്റേതോ തൻ്റേതല്ലാത്തതോ ആയ കാരണം കൊണ്ട് അവൻ അന്ധനായി മാറ്റപ്പെട്ടു എന്നതാണ് സത്യം. അവൻ്റെ അന്ധതയുടെ കാരണങ്ങളെപ്പറ്റി ബൈബിൾ പണ്ഡിതന്മാർ പലതും പറഞ്ഞു വയ്ക്കുന്നുണ്ടാകാം. നമ്മുടെ ചിന്ത അതിലേക്കല്ല. ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൃഷ്ടിക്കപ്പെടാവുന്ന ഒരന്ധതയെപ്പറ്റി പറയാൻ ഈ വചനം നമ്മെ സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, 2 തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്കൊക്കെയുള്ളത്. അപ്പസ്തോല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായത്തിൽ വചനം ഇങ്ങനെ പറഞ്ഞു വയ്ക്കും: പട്ടണത്തിൻ്റെ ഗജുവീതി കടന്ന് ഒരു ദിവ്യപുരുഷൻ തൻ്റെ അടുത്തു വരുമെന്നും അവൻ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നും സാവൂൾ, പിന്നീട് പൗലോസ് എന്ന് വിളിക്കപ്പെട്ടവൻ, തൻ്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടു. നമുക്കൊക്കെ ഒരു ഉൾക്കണ്ണുണ്ട്. ഈ ഉൾക്കണ്ണിനൊരു അന്ധതയുടെ സാധ്യതയുണ്ട് എന്ന് നിങ്ങളോട് ആദ്യം പറയാൻ ഈ വചനത്തോട് ചേർന്ന് നിന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ വിശുദ്ധി അതെവിടെ നിൽക്കുന്നു? കൈമോശം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പലർക്കും മനസ്സിലൊരു ബോധ്യമുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം വരുത്തത്തക്കവണ്ണം നമ്മളത് കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? നമ്മുടെ വ്യക്തിജീവിതത്തിൻ്റെ തീക്ഷ്ണത ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ നാം ഒക്കെ പറയും തീക്ഷ്ണതക്കുറവുണ്ട്. പക്ഷേ വ്യക്തിജീവിതത്തെ വളരെയധികം ഒരു മാറ്റത്തിലേക്ക് ക്ഷണിക്കുന്ന വണ്ണം നമ്മുടെ ഈ തീക്ഷ്ണതക്കുറവിനെ പറ്റി നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? എന്തിനേറെ നമ്മുടെ വ്യക്തിജീവിതത്തിലെ ആത്മീയ അച്ചടക്കങ്ങൾ, ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ അധിക നാളുകളായി കാണുക പോലുമില്ല, ശ്രദ്ധിക്കുക പോലുമില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉൾക്കണ്ണുകളുടെ അന്ധത. എൻ്റെ പ്രാർത്ഥനാ ജീവിതം മോശപ്പെട്ടിരിക്കുന്നു, എൻ്റെ വ്യക്തിപരമായ ഭക്താഭ്യാസങ്ങൾ തകർന്നു പോയിരിക്കുന്നു, എൻ്റെ ജീവിത വിശുദ്ധി എനിക്ക് കൈമോശം വന്നിരിക്കുന്നു. ഇതൊക്കെ ഉൾക്കണ്ണു നമുക്ക് പറഞ്ഞു തരേണ്ട സാധ്യതകളാണ്. പക്ഷേ നാം ഇതൊക്കെ കാണാതെ മറഞ്ഞു കിടക്കുകയാണ്. ഇനി നമ്മുടെ ബാഹ്യനേത്രങ്ങൾ, ഇതിന് നല്ല കാഴ്ചയുണ്ടെന്നാണ് നമ്മുടെ പലരുടെയും അഭിമതം. പക്ഷേ നമുക്കൊക്കെ പരിചിതനായ കവി ഉള്ളൂർ മനോഹരമായ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്: അടുത്തു നിൽക്കും അനുജനെ കാണുവാൻ അക്ഷികളില്ലാത്തോൻ, അരൂപിയാം ദൈവം അദൃശ്യനായതിൽ എന്തത്ഭുതം. എൻ്റെ ഈ കൊച്ചു വൈദിക ജീവിത കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പലരും വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്: അച്ചോ, എൻ്റെ പങ്കാളി എന്നെ മനസ്സിലാക്കുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല. ചില മക്കളൊക്കെ വന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്: എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. പ്രിയമുള്ളവരെ, തൊട്ടടുത്തു നിൽക്കുന്ന സഹോദരങ്ങളെപ്പോലും കാണാൻ പറ്റാത്തൊരവസ്ഥ, അവരുടെ സ്നേഹം കണ്ടു തീർക്കാൻ പറ്റാത്തൊരവസ്ഥ, നഗ്നനേത്രങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മളൊരു അന്ധതയിലാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ എവിടെയൊക്കെയോ വെച്ച് നമ്മളൊക്കെ അന്ധരാക്കി മാറ്റപ്പെടുന്നു എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ അയൽക്കാരെ പലരെയും നമ്മൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ സൗഹൃദങ്ങളെ പലരെയും കൂട്ടിയിണക്കാൻ കഴിയാത്തവണ്ണം അവർ കാഴ്ചയ്ക്കപ്പുറമായി. 2 കണ്ണുകളുണ്ടെന്ന് പറഞ്ഞിട്ടും എന്തേ നമുക്ക് കാണാൻ പറ്റാത്തത്? അതെ, ഇവിടെ ഞാൻ നിങ്ങളെ സുവിശേഷത്തിൽ നിന്നൊരു പ്രാർത്ഥന പഠിപ്പിക്കട്ടെ. അത് വചനം തന്നെയാണ്. ഇന്ന് എന്നെ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് ഏറ്റുപറയണം: കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. കാരണം എൻ്റെ ജീവിത വിശുദ്ധിയുടെ കുറവ് ഞാൻ കണ്ടിട്ട് കാലങ്ങളായി, എൻ്റെ തീക്ഷ്ണത കുറവ് ഞാൻ കണ്ടിട്ട് കാലങ്ങളായി, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ തകർച്ച ഞാൻ കണ്ടിട്ട് കാലങ്ങളായി. എൻ്റെ ഭാര്യയുടെ സ്നേഹം, എൻ്റെ മകൻ്റെ സ്നേഹം, എൻ്റെ പങ്കാളിയുടെ സ്നേഹം, എൻ്റെ അയൽക്കാരൻ്റെ സ്നേഹം, ഇതൊക്കെ ഞാൻ കണ്ടിട്ട് കാലങ്ങളായി. കാഴ്ചയുള്ളവനെന്നാണ് എന്നെപ്പറ്റി ഞാൻ പറയുന്നത്. പക്ഷേ എവിടെയൊക്കെയോ വച്ച് ഞാൻ അന്ധനായി മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, എന്താണ് നമ്മുടെ അന്ധതയുടെ കാരണം? കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൻ്റെ 3-ഉം 4-ഉം വാക്യത്തിൽ പൗലോസ്ലീഹ അന്ധതയുടെ കാരണം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ലോക ദേവന്മാർ നമ്മളെ അന്ധരാക്കിയിരിക്കുന്നു. ആരാണ് ഈ ലോകത്തിൻ്റെ ദേവന്മാർ? നമ്മുടെ സുഖേച്ഛ, സൽപ്പേരിനു വേണ്ടിയുള്ള കൊതി, അമിത ലാഭങ്ങൾക്ക് വേണ്ടിയുള്ള കൊതി, സ്വാർത്ഥത, നമ്മുടെ തരമായിട്ടുള്ള മുൻവിധികൾ, ഇതൊക്കെ നമ്മുടെ മുൻപിലെ അന്യദേവന്മാരായി നിൽക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ കാഴ്ച കെടുത്തിക്കളഞ്ഞിട്ട് എത്ര കാലമായി?
എൻ്റെ അയൽക്കാരനെ മനസ്സിലാക്കാൻ കഴിയാത്തവണ്ണം മുൻവിധിയുടെ ദേവൻ എൻ്റെ മുൻപിൽ ഇടം പിടിച്ചിട്ട് എത്ര കാലമായി? അവൻ എൻ്റെ കാഴ്ച മറയ്ക്കുകയാണ്. നമ്മളൊക്കെ അന്ധനാണെന്ന സത്യം ഒന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ. അതെ, പ്രാർത്ഥനയൊന്ന് ആവർത്തിക്ക്. ഈ ദിവസം വചനം നിന്നെ സ്പർശിക്കാൻ അനുവദിക്ക്. ഹൃദയത്തിൽ ഒന്ന് എന്നെ കേൾക്കുമ്പോൾ ഏറ്റുപറഞ്ഞേ, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഈ മനോഹരമായ പ്രാർത്ഥനയിലൂടെ മുന്നോട്ടു നീങ്ങാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പക്ഷേ പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ അന്ധരാണെന്ന് വചനത്തോട് ചേർന്ന് നിന്ന് ഉൾക്കണ്ണുകളെയും ബാഹ്യനേത്രങ്ങളെയും ഞാൻ ചിന്തിപ്പിക്കാൻ അനുവദിക്കുമ്പോൾ ഞാൻ പറയും, നമുക്ക് പലർക്കും ഈ കാഴ്ച ഈ പ്രാർത്ഥനയ്ക്ക് ശേഷവും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ അന്ധന് കാഴ്ച തിരിച്ചു കിട്ടിയത്? ജെറിക്കോയുടെ വഴിവീതിയിലൂടെ ക്രിസ്തു നടന്നു പോയപ്പോൾ എത്രയോ അന്ധന്മാർ അന്ന് ആ വഴിവീതിയിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇവന് കാഴ്ച തിരിച്ചു കിട്ടി. എത്രയോ മുടന്തന്മാർ, എത്രയോ ചെവികളുടെ കേൾവി നഷ്ടപ്പെട്ടവർ, ഇവരൊക്കെ ആ പ്രാന്തപ്രദേശങ്ങളിലുണ്ടായിരുന്നു. ഇവർക്കൊന്നും കിട്ടാത്ത അനുഗ്രഹം ഈ അന്ധൻ എങ്ങനെ കിട്ടി? ഉത്തരം വളരെ ലളിതമാണ്. ഇവൻ അന്ധനായിരുന്നുവെങ്കിലും അവൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാനുള്ള കാരണം അവനു തനിക്ക് നഷ്ടപ്പെട്ട കാഴ്ചയെപ്പറ്റി അസ്വസ്ഥതയുണ്ടായിരുന്നു. തൻ്റെ കാഴ്ച തനിക്ക് നഷ്ടപ്പെട്ടു എന്നതിനെപ്പറ്റി അവൻ അസ്വസ്ഥനായിരുന്നു. നമുക്കില്ലാത്തത് അതാണ്. 4 വർഷങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൊയമ്പിനോടനുബന്ധിച്ചുള്ള തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തുന്ന വേളയിൽ സ്പെയിനിലെ ഒരു മ്യൂസിയത്തിൻ്റെ സന്ദർശനത്തിൽ അദ്ദേഹം കണ്ടൊരു ശില്പത്തെ വിവരിക്കുന്നുണ്ട്. ആ വിവരണം ഇങ്ങനെയാണ്. അദ്ദേഹം ആ കൊച്ചു മ്യൂസിയത്തിൽ കണ്ടത് ഒരു ഐസുകട്ടയ്ക്ക് മുകളിൽ വളരെ നിർവികാരനായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ ദൂരേക്ക് വെറുതെ നോക്കിയിരിക്കുകയാണ്. അവൻ്റെ മുഖത്തുള്ള ഭാവം നിർവികാരതയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ശില്പത്തിന് ശില്പി കൊടുത്ത പേര് ഒന്ന് വായിച്ചു നോക്കി. അതിൻ്റെ പേര് സാത്താൻ എന്നായിരുന്നു. ഒരു ശില്പി സാത്താൻ്റെ പുതുരൂപം കുത്തിവെച്ചിരിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങളിലുള്ള നീണ്ട പല്ലുകൾ കൊണ്ടോ കറുത്ത രൂപം കൊണ്ടോ ക്രൂരമായ നോട്ടം കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ നിർവികാരമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ അവസ്ഥ. നമ്മൾ ഒന്നിനെപ്പറ്റിയും അസ്വസ്ഥരല്ല. സത്യത്തിൽ എൻ്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടതിനെപ്പറ്റി, ഞാനൊരു നല്ല അപ്പനാകാൻ പറ്റാത്തതിനെപ്പറ്റി, നല്ലൊരു അമ്മയാകാൻ പറ്റാത്തതിനെപ്പറ്റി, ജീവിത തീഷ്ണത നഷ്ടപ്പെട്ടതിനെപ്പറ്റി, ഒരു നല്ല ക്രിസ്ത്യാനിയാകാത്തതിനെപ്പറ്റി നമ്മൾ അസ്വസ്ഥരല്ല. ഈ അസ്വസ്ഥത കുറവാണ് നമ്മുടെ പ്രശ്നം. നമ്മളൊക്കെ നിർവികാരമായി മുന്നോട്ട് പോവുകയാണ്. ഒന്നും നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല. പ്രിയമുള്ളവരെ, അന്ധത അവസാനിപ്പിക്കപ്പെടാൻ കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണേ എന്ന പ്രാർത്ഥന മാത്രം പോരാ. ഈ ലോക ദേവന്മാരെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നിഷ്പ്രഭമാക്കാൻ നമ്മുടെ ജീവിതത്തെപ്പറ്റി നമ്മൾ അസ്വസ്ഥരാകണം. ഞാനെന്ന അപ്പനെപ്പറ്റി, ഞാനെന്ന അമ്മയെപ്പറ്റി, ഞാനെന്ന മകളെപ്പറ്റി, ഞാനെന്ന അയൽക്കാരനെപ്പറ്റി, ഞാനെന്ന ക്രിസ്ത്യാനിയെപ്പറ്റി ഞാൻ അസ്വസ്ഥനാകണം. എൻ്റെ പോക്ക് ഇങ്ങനെയൊക്കെ മതിയോ എന്നൊന്ന് ചിന്തിച്ചു തുടങ്ങണം. പ്രിയമുള്ളവരെ, ഈ അന്ധതയുടെ ആദ്യ ഭാഗം നമ്മൾ നിർണയിക്കുന്നത് നമ്മുടെ അസ്വസ്ഥത കൊണ്ടാണ്. ഇവിടെ വളരെ പ്രസിദ്ധമായൊരു ചോദ്യം നിങ്ങളുടെ മുൻപിലേക്ക് വയ്ക്കപ്പെടുകയാണ്. കാരണം കാഴ്ചയ്ക്ക് മുൻപിലുള്ള ഏക സാധ്യത അസ്വസ്ഥതപ്പെടുക എന്നതാണ്. ഒരു വലിയ ചോദ്യം. ചരിത്രത്തിൽ തത്വചിന്തകനായ സാർത്ത് ചോദിച്ച ചോദ്യം, ആരാണൊരു മനുഷ്യൻ? സാർത്ത് ഈ ചോദ്യത്തിന് സാധാരണ ബുദ്ധി നൽകിക്കൊണ്ടിരുന്ന പല ഉത്തരങ്ങളുടെയും മുന്നിലെത്തി. മനുഷ്യൻ ചിന്തിക്കുന്നൊരു മൃഗമാണ്, മനുഷ്യൻ പുഞ്ചിരിക്കുന്നൊരു മൃഗമാണ്, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. ഈ ഉത്തരങ്ങളൊന്നും സാർത്തിനെ തൃപ്തിപ്പെടുത്തിയില്ല. സാർത്ത് വീണ്ടും ചോദിച്ചു, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നട്ടെല്ലിൽ നിവർന്നു നടക്കുന്ന മനുഷ്യനാരാണ്? അവസാനം സാർത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു ഉത്തരമുണ്ട്. ഏറെ പ്രസിദ്ധമാണ് ആ ഉത്തരം. മനുഷ്യൻ എന്നാൽ നിഷേധി എന്നർത്ഥം. ഈ ലോകത്ത് സ്വന്തം ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി നിന്ന് സംസാരിക്കാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒരു സൃഷ്ടിക്കേ സാധിക്കൂ. അത് മനുഷ്യനാണ്. അതുകൊണ്ടല്ലേ അർജന്റീനിയൻ കവിയായ പാബ്ലോ പറയും, മനുഷ്യ, നീ നിൻ്റെ ചൂണ്ടുവിരൽ മുറിച്ച് കളയരുത്. അത് മുറിച്ച് കളഞ്ഞാൽ നീ പിന്നെ മനുഷ്യനല്ല.
നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിവുണ്ട് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ അന്ധത വിട്ടു പുറത്തിറങ്ങാൻ നഷ്ടപ്പെട്ട തീക്ഷ്ണതയും പ്രാർത്ഥനാ ജീവിതവും വ്യക്തിവിശുദ്ധിയും, നമ്മൾ ആഗ്രഹിക്കുന്ന അപ്പനിലേക്കുള്ള വളർച്ചയും അമ്മയിലേക്കുള്ള വളർച്ചയും, ഞാൻ ആഗ്രഹിക്കുന്ന മകനൊത്ത ഉത്തരവാദിത്വത്തിലേക്കും ഒക്കെ കടന്നു വരാൻ ആദ്യം വേണ്ടത് അസ്വസ്ഥതയാണെങ്കിൽ അതിനൊറ്റ മാർഗമേയുള്ളൂ, നീ തന്നെ ഒരു നിഷേധിയാവുക. നിന്റെ ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുക. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, നിഷേധിയാകാനോ? പ്രിയമുള്ളവരെ, മരുഭൂമിയുടെ താപസനായ പീമേർ, അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായൊരു വാചകമുണ്ട്. എല്ലാ പുണ്യങ്ങളും എൻ്റെ അറയിൽ എന്നെ തേടിയെത്തി, പക്ഷേ എൻ്റെ ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്ന നിഷേധിത്വം എന്ന പുണ്യം മാത്രം എന്നെ തേടിയെത്തിയില്ല. പ്രിയമുള്ളവരെ, നിഷേധിത്വം ഒരു പുണ്യമാണ്. സ്വന്തം ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയ പുണ്യം തന്നെയാണ്. നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിക്കണം, ഞാനെന്ന് പറയുന്ന അപ്പൻ എവിടെ നിൽക്കുന്നു? ഞാനെന്ന് പറയുന്ന അമ്മ എവിടെ നിൽക്കുന്നു? ഈ മകളായ ഞാൻ ഇങ്ങനെ പോയാൽ മതിയോ? എൻ്റെ ക്രിസ്തീയ ജീവിതം ഇങ്ങനെ മുന്നേറിയാൽ മതിയോ? ഈ അന്ധതയുമായി എത്ര കാലം നമ്മൾ മുന്നോട്ട് പോകും? പ്രിയമുള്ളവരെ, അസ്വസ്ഥപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചേ പറ്റൂ. നിർവികാരത വിട്ടു പുറത്തിറങ്ങണം. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ നൽകുന്ന, ജീവിതത്തിൻ്റെ സുരക്ഷിതത്വങ്ങൾ നൽകുന്ന, ജീവിതത്തിൻ്റെ അല്ലലില്ലായ്മകൾ നൽകുന്ന ആ നിർവികാരതയിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം നമ്മൾ ശരിയല്ല എന്ന്, നമുക്കറിയാം നമ്മുടെ ജീവിതം പോരാ എന്ന്. പക്ഷേ ഒരു മാറ്റത്തിന് തക്ക അസ്വസ്ഥത നമ്മളിലില്ല. വിരൽ ചൂണ്ടി സംസാരിച്ചേ നമ്മെ മാറ്റത്തിലേക്ക് ക്ഷണിക്കുന്ന വണ്ണം ഒന്ന് അസ്വസ്ഥപ്പെട്ടേ. ഇവിടെ ഒരു പ്രാർത്ഥന ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. കർത്താവേ, എനിക്കു കാഴ്ച വീണ്ടും കിട്ടണം. മറ്റൊരു സുന്ദര പ്രാർത്ഥന കൂടി നിങ്ങളെ പഠിപ്പിക്കാൻ ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുകയാണ്. മരുഭൂമിയിലെ താപസ് പ്രഭാതം മുതൽ പ്രദോക്ഷം വരെ തങ്ങളുടെ നിസ്സാരമായ ജോലികളിൽ വ്യാപൃതരായിരുന്ന ഇടവേളകളിൽ അവർ ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന മനോഹരമായൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ഇങ്ങനെ പോകുന്നു: ശല്യപ്പെടുത്തുക കർത്താവേ, എന്നെ ശല്യപ്പെടുത്തുക. സത്യത്തിൽ നമുക്ക് വളരെ വിചിത്രമായി തോന്നിയേക്കാം ഈ പ്രാർത്ഥന. ആശ്വസിപ്പിക്കാൻ, സഹായിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം. ഇന്നു നമ്മുടെ പ്രാർത്ഥന ശല്യപ്പെടുത്തുക കർത്താവേ, എന്നെ ശല്യപ്പെടുത്തുക എന്ന. എന്നെ കേൾക്കുമ്പോൾ ഒന്ന് ചൊല്ലി തുടങ്ങിക്കുക പ്രാർത്ഥന. പ്രിയമുള്ളവരെ, നമ്മളെ അറിയുന്ന ദൈവം. സങ്കീർത്തകൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടില്ലേ? നീ തന്നെ എന്നെയൊന്ന് പരിശോധിച്ചേ എൻ്റെ ദൈവമേ, ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ചരിക്കുന്നതെന്ന് നീ എനിക്കൊന്ന് കാണിച്ചു തന്നേ. നമ്മളെ ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ദൈവം, ഞാനെന്ന് പറയുന്ന അപ്പനെ ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ദൈവം, ഞാനെന്ന് പറയുന്ന അമ്മയെ ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ദൈവം, ഞാനെന്ന് പറയുന്ന മകനെ, മകളെ, ക്രിസ്ത്യാനിയെ, അയൽക്കാരനെ ഏറ്റവും നന്നായി അറിയുന്ന നമ്മുടെ ദൈവം. ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് ശല്യപ്പെടുത്തുക എൻ്റെ കർത്താവേ. പ്രിയമുള്ളവരെ, ആ ശല്യപ്പെടുത്തലിന് നമ്മളെ ദൈവത്തിൻ്റെ മുമ്പിൽ അനുവദിച്ചാൽ ദൈവം നിന്നെ ശല്യപ്പെടുത്തി തുടങ്ങും. നിന്നോട് പറയും, നീ എന്നപ്പൻ ഇങ്ങനെ പോയാൽ പോരാ, നീ എന്ന് പറയുന്ന അമ്മ ഇങ്ങനെ പോയാൽ പോരാ, നീ കുടുംബനാഥനായിരിക്കുന്ന കുടുംബത്തിൻ്റെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ പോയാൽ പോരാ, നിങ്ങളുടെ ഞായറാഴ്ച ആചരണങ്ങൾ ഇങ്ങനെ ആയാൽ പോരാ. നമ്മളെ നന്നായി അറിയുന്ന ദൈവത്തിൻ്റെ മുൻപിലേക്ക് ഒന്ന് ശല്യപ്പെടുത്താൻ അനുവാദം കൊടുത്താൽ ദൈവം നമ്മളെ ശല്യപ്പെടുത്തി തുടങ്ങും. നമ്മുടെ കാഴ്ച വീണ്ടും കിട്ടാൻ, നമുക്ക് നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ നമ്മാലാകും വിധം പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോഴും ഈ പ്രാർത്ഥന നമ്മളെ വളരെയധികം സഹായിക്കും. ആത്മീയ അന്ധത വിട്ടു പുറത്തിറങ്ങണം. ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ആ ദിനം ഒരു കെണി പോലെ നമ്മുടെ ജീവിതത്തിൽ വരും. എന്താണ് കെണി? കെണിയിൽ അകപ്പെട്ടിരിക്കുന്നവർക്കൊരിക്കലും കെണിയെപ്പറ്റി അറിയില്ല. അത് മുറുകിക്കഴിയുമ്പോൾ മാത്രമേ നമ്മൾ കെണിയെപ്പറ്റി അറിയൂ. നമ്മുടെ ക്രിസ്തീയ ജീവിതം, ഞാൻ കുടുംബനാഥനായിരിക്കുന്ന എൻ്റെ കുടുംബം, ഞാൻ അമ്മയായി വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ, ഇവരൊക്കെ ഒരു കെണിയിലാണ്. എൻ്റെ അലസത കൊണ്ടും ഈ ലോക ദേവന്മാർ എൻ്റെ മേൽ തീർത്ത അന്ധത കൊണ്ടും എനിക്കൊരു നല്ല അമ്മയോ അപ്പനോ സഹോദരനോ സഹോദരിയോ ഒന്നും ആകാൻ കഴിയാത്തത് കൊണ്ട് നമ്മുടെ ജീവിതം ഒരു കെണിയിലാണ്. ആ ദിനം വരും. ആ ദിനം നമ്മുടെ അരുകിലെത്തിയാൽ കെണി മുറുകും.
പിന്നീട് അതിന് പുറത്തു കടക്കാൻ നമുക്കാർക്കും സാധിക്കില്ല. പ്രിയമുള്ളവരെ, അന്റാർട്ടിക്കയിൽ മനുഷ്യരൊരുക്കുന്നൊരു കെണിയെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. മഞ്ഞു മൂടിപ്പിടക്കുന്നൊരു ദേശം. തങ്ങളുടെ ജീവജാലങ്ങളെ രക്ഷിക്കാൻ ചെന്നായ്ക്കൾക്ക് മുമ്പിൽ അവർ ഇരുതല മൂർച്ചയുള്ള വാളുകൾ പണിതെടുക്കും. അതിനെ അവർ മഞ്ഞുകൊണ്ട് പൊതിയും. ആ മഞ്ഞിൻ്റെ മുകളിൽ ചുടുചോരയൊഴിക്കും. ചെന്നായ്ക്കൾ ഇവയെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ചുടുചോരയുടെ മണം കിട്ടി ഈ ഇരുതല വാള് മഞ്ഞിനാൽ പൊതിഞ്ഞതിന് മുകളിൽ നക്കിത്തുടങ്ങും. ചോരയുടെ മണം അവർ ആസ്വദിച്ച് നക്കും. പക്ഷേ അല്പസമയം കഴിയുമ്പോൾ നാവിൻ്റെ ചൂടേറ്റ് മഞ്ഞ് ഉരുകിക്കഴിഞ്ഞിരിക്കും. പക്ഷേ ഇവർ നക്കൽ നിർത്തില്ല. കാരണം എന്താ? ഇവർക്കിപ്പോഴും ചുടുചോരയുടെ മണം കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ചോര വരുന്നത് അവരുടെ സ്വന്തം നാവിൽ നിന്നാണ്. ആഞ്ഞാഞ്ഞു നക്കി ഈ നാവ് മുറിഞ്ഞു വീണ് ഈ ചെന്നായ്ക്കൾ ഇരപിടിക്കാൻ കഴിയാതെ ദുരിതപൂർണമായി മരിക്കും. പ്രിയമുള്ളവരെ, കെണി ഇങ്ങനെയാണ്. നമ്മൾ പലരും ആസ്വദിച്ചു നക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം തന്നെയാണ്. അന്ധത കൊണ്ട് നമ്മളത് കാണുന്നില്ല. എൻ്റെ മുടങ്ങിക്കിടക്കുന്ന കുടുംബ പ്രാർത്ഥനയും മുടങ്ങിക്കിടക്കുന്ന ഞായറാഴ്ച ആചരണങ്ങളും ഞാൻ മറന്നുപോകുന്ന എൻ്റെ വെള്ളിയാഴ്ചയുടെ ഭക്തികളും ഒക്കെ എൻ്റെ ജീവിതത്തെ ഒരു കെണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഒരു ദിനം ആ കെണി മുറുകും. നമ്മൾ എന്തു ചെയ്യും? അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൻ്റെ നിർവികാരത വിട്ട് ഒന്ന് പുറത്തിറങ്ങുക. ഈ ആത്മീയ അന്ധതയ്ക്ക് മുൻപിൽ ദൈവത്തോട് പറ, നീ തന്നെ എന്നെ ഒന്ന് ശല്യപ്പെടുത്തിക്കേ, എന്നെ ഒന്ന് പരിശോധിച്ചേ എൻ്റെ ദൈവമേ, ഞാൻ വിനാശത്തിൻ്റെ മാർഗത്തിലാണോ സഞ്ചരിക്കുന്നതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നേ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിശബ്ദമായി അല്പസമയം ഇരിക്കുക. ഹൃദയത്തിൻ്റെ നേരെ വിരൽ ചൂണ്ടുക. ഒന്ന് അസ്വസ്ഥപ്പെട്ടേ ജീവിതത്തെപ്പറ്റി. നിശബ്ദത നിന്നെ ഏറെ സഹായിക്കും. വിശുദ്ധ എഫ്രേമിൻ്റെ വാക്കുകളിൽ, അനുതാപമെന്ന കുഞ്ഞ് ജന്മമെടുക്കുന്ന ഗർഭപാത്രമാണ് നിശബ്ദത. വിശുദ്ധ എഫ്രേം തന്നെ കൂട്ടിച്ചേർക്കും, നീ എന്ന് പറയുന്നവൾ തൻ്റെ മുഖം നോക്കി അതിൻ്റെ വൈരൂപ്യം മനസ്സിലാക്കുന്ന കണ്ണാടിയാണ് നിശബ്ദത. നമുക്കൊന്ന് നിശബ്ദമായി അല്പസമയം ചിലവിടാം. ഹൃദയത്തോട് ഒരു ചോദ്യത്തിനും ഒരു സംസാരത്തിനും മുതിരാം. അസ്വസ്ഥമാക്കപ്പെടട്ടെ നിൻ്റെ ജീവിതം. നീ അസ്വസ്ഥമാക്കപ്പെട്ടാൽ, നിർവികാരത വിട്ട് പുറത്തിറങ്ങിയാൽ, തീർച്ചയായും സർവശക്തനായ ദൈവം നിന്നെ സുഖപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതിനാൽ ആത്മീയ അന്ധതയുടെയും ബാഹ്യന്ധതയുടെയും ആ കൊച്ച് ഇടവേളകൾ അവസാനിപ്പിക്കപ്പെടാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.